ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പൂ ലോട്ടസ് അല്ലെങ്കിൽ നമ്മുടെ താമരപ്പൂവാണ്. താമരപ്പൂ നമ്മുടെ ദേശീയ പുഷ്പമാണ്. എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാവർക്കും പിക്ചേഴ്സിൽ താമര കണ്ട് നല്ല പരിചയമുണ്ട്. എത്ര പേര് താമര നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി ഇത്രയും നാളും പാടത്തൊക്കെ കണ്ടിരുന്ന ആമ്പൽ താമരപ്പൂവെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ അടുത്താണ് ഞാൻ താമരപ്പൂവും ആമ്പലും ഉള്ള വ്യത്യാസം മനസ്സിലാക്കിയത്. താമരപ്പൂവിൻ്റെ ഇതളുകൾ ഇത്തിരി കൂടി റൗണ്ടഡ്, ഇത്തിരി കൂടി എന്താ പറയുക, ഒരു പ്ലഷായിട്ടിരിക്കുന്ന ഒരു ഷേപ്പാണ്. എന്നാൽ ആമ്പൽ ഇച്ചിരി കൂടി കൂർത്ത ഇതളുകളാണ്. ഒരു എന്താ പറയുക, ഇത്തിരി ഷാർപ്പാണ്. ഒരു സ്റ്റാർ ടൈപ്പിലാണ് പൂ വിരിയുക. ഇതാണ് മെയിൻ കാണാനുള്ള വ്യത്യാസം. പിന്നെ ഈ ലോട്ടസിൽ തന്നെ ഒരുപാട് കളേഴ്സും ഒരുപാട് ടൈപ്സും ഉണ്ട്. ഈ ഇതളുകളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. സാധാരണ ലോട്ടസുകൾ ഒരു 15 മുതൽ 100 ഇതളുകളൊക്കെയാണ്. പക്ഷേ ഒരു ടൈപ്പ് ഓഫ് ലോട്ടസിന് 1000 ഇതളുണ്ടെന്നാണ് പറയുന്നത്. സഹസ്രപദ്മം എന്നാണ് അതിൻ്റെ പേര്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഫോട്ടോയിൽ അതിൻ്റെ ബ്ലൂമിങ്ങിൻ്റെ പല സ്റ്റേജസ് ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ലോട്ടസിൻ്റെ സീഡ് ഇപ്പം ഒരു എഡിബിൾ ഇതായിട്ട് ആളുകൾ ഭയങ്കര ഹെൽത്തി, ഭയങ്കര ന്യൂട്രിയൻ റിച്ച് ആണെന്ന് പറഞ്ഞിട്ട് ലോട്ടസിൻ്റെ സീഡും ഇപ്പോൾ ആൾക്കാർ കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ തണ്ടൊക്കെ എഡിബിൾ ആണെന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഈ അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു പൂവായിട്ട് വരാം. ബൈ.